കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ആന്ധ്രയിലെ ഒരു വീട് കടലിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ശബരിമല യാത്ര നിരോധിച്ചു. കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഭക്തരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി ശനിയാഴ്ച പമ്പയിലേക്കും ശബരിമലയിലേക്കുമുള്ള തീർത്ഥാടന യാത്ര നിരോധിച്ചതായി ജില്ലാ കലക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ അറിയിച്ചു. പമ്പ നദിയിലെ ജലനിരപ്പ് ഉയർന്നതും കക്കി ഡാം തുറന്നതും പമ്പ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതും കണക്കിലെടുത്താണ് തീരുമാനം. ജലനിരപ്പ് കുറയുന്ന മുറയ്ക്ക് ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ വെക്ചർ ക്യൂ വഴി ബുക്ക് ചെയ്ത എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം ഒരുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിനെ തുടർന്ന് ആന്ധ്രയിലും തമിഴ്നാട്ടിലും മഴ ശക്തമായി തുടരുകയാണ്. ആന്ധ്രയിലെ തെക്കൻ മേഖലകളിൽ പ്രളയത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ചിറ്റൂരിൽ നൂറുകണക്കിന് വീടുകളാണ് വെള്ളത്തിൽ മുങ്ങിയത്. ആന്ധ്രയിലെ കടപ്പ ജില്ലയിൽ 3 ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ട് 12 പേർ മരിച്ചു. കടപ്പയിലെ മണ്ടപ്പള്ളി ഗ്രാമത്തിലെ ബസ്സുകളാണ് ഒഴുക്കിൽപ്പെട്ടത്. 30 പേരാണ് ഒഴുകിപ്പോയത്. 12 പേരുടെ മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് ആന്ധ്രയിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. പുഴകളെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. നദീതീരത്തും ഗ്രാമങ്ങളിലും ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ രംഗത്തുണ്ട്. ചിറ്റൂരിലാണ് കൂടുതൽ നാശനഷ്ടം. മേഖലകളിൽ കൂടുതൽ വീടുകൾ തകർന്നു. വളർത്തുമൃഗങ്ങളും വാഹനങ്ങളും മനുഷ്യരും ഒഴുകിപ്പോകുന്ന ദയനീയ കാഴ്ചകളാണ് കാണുന്നത്. ചിറ്റൂർ, കടപ്പ, തിരുപ്പതി മേഖലകളിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള ദുരന്ത ദൃശ്യങ്ങൾ കാണാം.